ആരാണ് UDFനെ നയിക്കുന്നത്? മുസ്ലിം ലീഗാണോ കോൺഗ്രസ് ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നത് എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകും. മുസ്ലിം ലീഗിലെ ഒന്നാമത്തെ ഘടകകക്ഷി കോൺഗ്രസ് ആണ്. അത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്, മുസ്ലിം ലീഗും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗാണ് UDFനെ നയിക്കുന്നത്. മുസ്ലിം ലീഗ് തീരുമാനിക്കും, അത് കോൺഗ്രസ് അംഗീകരിക്കും. ഇതാണ് ഇന്നത്തെ സ്ഥിതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നല്ലേ? കഴിഞ്ഞ ദിവസം കോഴിക്കോട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃയോഗമുണ്ടായിരുന്നു. സംസ്ഥാന നേതൃയോഗത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി UDF ജയിച്ചാൽ ആരായിരിക്കണം എന്നൊരു ചർച്ചയും ഉയർന്നു വന്നിരുന്നു. സത്യത്തിൽ അത്തരമൊരു വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ മുസ്ലിം ലീഗിൻ്റെ യോഗത്തിൽ? ഒരു കാര്യവുമില്ല. അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ അംഗീകരിക്കുക. ഇനി മുഖ്യമന്ത്രി ആരാകണം എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ട ഘട്ടത്തിൽ ഹൈക്കമാൻഡ് മുസ്ലിം ലീഗിനോട് അഭിപ്രായം ആരാഞ്ഞാൽ അപ്പോൾ പറയാം, കൂടി ആലോചിച്ച് പറയാം. ഇത്രയേ ഉള്ളൂ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ. അതല്ലെങ്കിൽ ഇത്രമേ പാടുള്ളൂ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ. പക്ഷേ കോഴിക്കോട് നടന്ന യോഗത്തിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു എന്നതും പുറത്തു വന്ന വാർത്തയിൽ പറയുന്നു. എന്നാൽ മുസ്ലിം ലീഗ് യോഗത്തിൽ അത്തരമൊരു ചർച്ച നടന്നിരുന്നു. VD സതീശന് പിന്തുണ മുസ്ലിം ലീഗ് നൽകിയോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ എങ്ങനെ ഈ വാർത്ത പുറത്തു വന്നു? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നത്. മുസ്ലിം ലീഗിലെ യുവവിഭാഗം VD സതീശനെ പിന്തുണക്കുന്നു. എന്നാൽ നേതൃനിര VD സതീശനോടൊപ്പം അങ്ങനെ പൂർണ്ണമായും ഇല്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും പ്രശ്നം അതല്ലല്ലോ. എന്തിനെ മുസ്ലിം ലീഗ് അത്തരമൊരു ചർച്ച നടത്തി എന്നതാണ് പ്രധാന വിഷയം. ചർച്ച നടന്നതിൽ വലിയ അതൃപ്തി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വാർത്ത വലിയ ഒന്നാം തലക്കെട്ടായി വലിയ വാർത്തയായി നൽകിയത് മാധ്യമമാണ് എന്നോർക്കണം. VD സതീശന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ എന്ന്. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ കുറേ കാലമായി VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാർത്ത പ്ലാന്റിംഗ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും പുറത്തു വരുന്നുണ്ട്. 20 സീറ്റിൽ കൂടുതൽ ലഭിച്ചാൽ മുസ്ലിം ലീഗ് 6 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും എന്ന വാർത്ത. 2011 മുസ്ലിം ലീഗ് അടക്കമുള്ള UDF അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിന് 20 സീറ്റുണ്ടായിരുന്നു. അന്ന് 5 മന്ത്രിസ്ഥാനം ലീഗിന് നൽകിയിരുന്നു. ഇത്തവണ ലീഗ് പ്രതീക്ഷിക്കുന്നത് 25 സീറ്റാണ്. 27 സീറ്റിലാണ് മത്സരിച്ചത്. അതിൽ 25 സീറ്റിൽ മുസ്ലിം ലീഗ് ജയിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉള്ളത്. ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ 27ൽ 25 പേരും ജയിക്കും എന്ന് കണക്കുകൂട്ടുന്നു. അങ്ങനെ വന്നാൽ ഇത്തവണ കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടണം എന്ന പൊതു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ്. നേരത്തെ 5 മന്ത്രിമാർ, 1 മന്ത്രിസ്ഥാനവും കൂടി, അത് ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ ചോദിക്കണം എന്ന ചർച്ചകൾ മുസ്ലിം ലീഗിനകത്ത് ഉയരുന്നുണ്ട്. എന്നാൽ പരസ്യമായി അക്കാര്യം ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല, രഹസ്യമായും ആവശ്യപ്പെട്ടിട്ടില്ല. അത് മനസ്സിൽ വെക്കുകയാണ് ചെയ്യുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ. കോൺഗ്രസ് പറയട്ടെ എന്നാണ് പറയുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ. അതുകൊണ്ട് കോൺഗ്രസ് പറയുന്നതും കാത്തിരിക്കുകയാണ്. ഉപമുഖ്യമന്ത്രി പദം ലീഗിന് നൽകും എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയട്ടെ എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ കൃത്യം സന്ദേശം കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന് ഇത്തവണ ഉപമുഖ്യമന്ത്രി പദം വേണം എന്ന്. എന്നാൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെടില്ല. അത് വേറൊരു തരത്തിൽ കേരളത്തിൽ ചർച്ചയാകും. അത് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ ചർച്ചയാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ലീഗ് ആവശ്യപ്പെടുന്നില്ല, കോൺഗ്രസ് അറിഞ്ഞു തരണം എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനനുകൂലമായ ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. എല്ലാം സാങ്കല്പികമാണ്. UDF ജയിച്ചാൽ മാത്രമുള്ള കാര്യമാണ്. UDF ജയിക്കുമോ എന്നത് ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ്. ഇല്ല എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിലും വലിയ ചർച്ചയാണ്. മന്ത്രിമാരാരായിരിക്കണം, ഉപമുഖ്യമന്ത്രി ആരായിരിക്കണം, എത്ര മന്ത്രിമാരെ ആവശ്യപ്പെടണം, ആരൊക്കെ മന്ത്രിയാകണം, അതിനേക്കാളും ഉപരി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ മത്സരം നടക്കുകയും ചെയ്യുന്നു. അതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും ലീഗിന് സ്വാധീനമുള്ള, ലീഗ് പിടിമുറുക്കുന്ന ഒരു സർക്കാർ തന്നെയായിരിക്കും UDF ജയിച്ചാൽ കേരളത്തിൽ ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഓരോ സൂചനകളും ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.